ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിംസ് ഫേവറേറ്റ്സ്. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് നമ്മുടെ ഡയറിയാണ്. അപ്പോൾ ഡയറി എന്ന് പറയാൻ പറ്റില്ല, ഡയറിയുടെ പുറംചട്ട മാത്രമാണിത്. കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ എല്ലാ ബുക്സിൻ്റെയും ഡയറീൻ്റെയൊക്കെ അവസ്ഥ ഇതാണ്. അപ്പം അതുപോലെ ഒരു ഡയറിയാണിത്. എന്തിനാണ് ഞാനിത് ഇത്രയും കാലം സൂക്ഷിച്ച് വെച്ചതെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇതെപ്പോൾ കളയാൻ കയ്യിൽ കിട്ടിയാലും ഞാൻ എടുത്തു വെക്കും. എന്തിനാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഇതിൽ തന്നെ ആവാം ഇന്നത്തെ വർക്ക്. അപ്പോൾ നമുക്ക് ഇതിൽ ചെയ്യുന്ന വർക്ക് എന്താണെന്ന് കാണാം. അപ്പോൾ അതിനാദ്യം തന്നെ ഈ ഒരു ഗ്രീൻ കളർ അക്രിലിക് പെയിൻറ് എടുത്തിട്ടുണ്ട്. ഒരു സ്പോഞ്ച് എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കാം. ബ്രഷ് വെച്ച് ചെയ്യുമ്പോൾ ഒത്തിരി ടൈം എടുക്കും. സ്പോഞ്ച് ആകുമ്പോൾ പെട്ടെന്ന് കഴിയുകയും ചെയ്യും. പിന്നെ സ്പോഞ്ച് വെച്ചിട്ടുള്ള ടെക്സ്ചർ വേറെ തന്നെയാണ്. അപ്പോൾ അതാണ് എനിക്ക് കൂടുതലും ഇഷ്ടം. പിന്നെ ഓൾറെഡി അതിൻ്റെ അകത്തായിട്ട് വേറെ കളറൊക്കെ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് അധികം പെർഫെക്ഷനിലൊന്നും കിട്ടില്ല. നമുക്ക് കുഴപ്പമില്ല. നമുക്ക് വീണ്ടും അതിൻ്റെ മുകളിൽ വേറെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് കൊണ്ട് താഴ്ഭാഗം ഇത്ര നീറ്റായാൽ മതി. അധികം പെർഫെക്ഷനൊന്നും വേണ്ട. ഓക്കെ, ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു മെഴുകുതിരി കത്തിച്ചിട്ട് അത് ഉരുക്കിയിട്ട് ഒരു ഡോട്ട് പോലെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പരിപാടി ഇത്തിരി ടൈം എടുക്കും കേട്ടോ. അപ്പോൾ ഇത്തിരി ക്ഷമയോടെ വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇത് കംപ്ലീറ്റ് ആയിട്ടും ഇതുപോലെ ഡോട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മെഴുകുതിരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അധികം ടൈമൊന്നും വേണ്ട. നമ്മൾ ഡോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അത് ഉണങ്ങിക്കോളും. ഓക്കെ, അങ്ങനെ അതും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പേൾ മെറ്റാലിക്കിൻ്റെ ഗ്രീൻ ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് അതിൻ്റെ മുകളിൽ വീണ്ടും ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചെയ്തതിൻ്റെ മുകളിലായിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഷൈനിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ദേ ഇതുപോലെ. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഗ്ലൂ ഗൺ വെച്ചിട്ടുള്ളൊരു പരിപാടിയാണ്. ഒരു ബാംബു പ്ലാന്റ് വരയ്ക്കാനാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എനിക്ക് ബാംബു പ്ലാന്റ് വരയ്ക്കാൻ അറിയോ ഇല്ല എന്നൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അവസാനം കണ്ടാൽ മനസ്സിലാവും. ഈ ലോകത്തിൽ തന്നെ ഇല്ലാത്ത എന്തോ ഒരു തരം ചെടിയാണ് ഞാനിവിടെ വരച്ചുകൊണ്ടിരിക്കുന്നത്. അവസാനം അറിയാം ഇതെന്താകുമോ എന്തോ. ഇതിൻ്റെ ലീഫ് എങ്ങനെ ഇരിക്കുമെന്ന് എനിക്ക് യാതൊരു പിടിയില്ല. വരച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് എങ്ങനെ ഇരിക്കുമോ എന്തോ. എനിക്ക് തോന്നുന്ന രീതിയിലൊക്കെ ഞാൻ വരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം അവസാനം ഈ ഒരു രീതിയിലാണ് ഞാൻ ലീഫൊക്കെ സെറ്റ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇത് കണ്ടാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ഇപ്പോൾ വരച്ചത് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഗോൾഡൻ കളർ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഏത് തരം ചെടിയാണ് എന്നുള്ളത്. അപ്പോൾ ലീഫായാലും എല്ലാ പോർഷനും ഞാൻ ഈ ഗോൾഡൻ കളർ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഏറ്റവും അവസാനം ആ ഒരു പാർട്ടീഷൻ വരുന്നുണ്ടല്ലോ, നമ്മൾ ബാമ്പൂവിൻ്റെ ഒരു പാർട്ടീഷൻ വരുന്നുണ്ടല്ലോ, അത് ഞാൻ ഗ്രീൻ കളർ വെച്ചിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ലാസ്റ്റ് ഇതുപോലെ ആയതിനു ശേഷം ഒരു ഗ്രീൻ കളർ എടുത്തിട്ട് ആ പാർട്ടീഷനിൽ മാത്രം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ആ ഒരു ലീഫിൻ്റെ ചില ഭാഗങ്ങളൊക്കെ ഞാൻ ഒരു ഗ്രീൻ കളർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏറ്റവും രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് കംപ്ലീറ്റ് ചെയ്തിട്ട് വാളിൽ ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോള് സ്കൂളിൽ വിട്ട് വന്നപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, മോളെ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അപ്പോൾ അവൾ പറഞ്ഞു ബാമ്പു പോലെ ഉണ്ടെന്ന്. അപ്പോൾ അവളത് പറഞ്ഞപ്പോഴാണ് എനിക്ക് സമാധാനമായത്. അവളുടെ പൊട്ടബുദ്ധി തോന്നിയതാണോ എന്തോന്നറിയില്ല, അവൾ ബാമ്പു പോലെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഇത് വാളിൽ ഹാങ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതേത് തരം ചെടി പോലെ ഉണ്ടെന്ന് നിങ്ങളും കമൻറ്റ് ചെയ്യട്ടോ. ഇതുപോലുള്ള കുട്ടി ക്രാഫ്റ്റുകൾ എൻ്റെ ചാനലിൽ നിറയെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണേ. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.